പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം, ബാക്കി പകുതി പണം 50 മാസത്തവണകളായി തിരിച്ചടച്ചാൽ മതി. പലിശയില്ലാതെ, കൂടാതെ മാസത്തവണകളുടെ 20% സബ്സിഡി. ബൈറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. പരിണാമചക്രം തിരിയുമ്പോൾ നീ ഒരു പത്നിയായി, അമ്മയായി, അമ്മുമ്മയായി മാറുന്ന ഞാൻ ചോദിക്കട്ടെ, എന്റെ പേരെന്താണെന്നറിയോ? പൂർണിമ അല്ലേ? ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു കാലഘട്ടം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതായിരുന്നു? അമ്മൂമ്മ. അതെന്താ? എന്റെ കൊച്ചുമക്കൾ എന്റെ മക്കളെ തിരുത്തും. ആ ഡാഡാ ഡോണ്ട് ടെൽ ദാറ്റ് നോ ഷീ സച്ച് എ മാൻ നോ ഷീ ക്യാൻ സേ ദാറ്റ്. കൊച്ചു മക്കള് തിരുത്തും. അത് കാണുമ്പോ എനിക്കൊരു ഭയങ്കര അമ്മയുടെ മകനാരാ, അച്ഛന്റെ മകനാരാ? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൃഥ്വി അച്ഛന്റെ അതേ ഇദ്ദേഹം എല്ലാം എന്ന് പറയാൻ തീർക്കും. അതേ സ്ഥാനത്ത് ഞാനും എന്തെന്നെ ആയിരിക്കണം. അയ്യോ ഞങ്ങൾക്കറിയാം അവിടെ അടുത്താ ഞങ്ങളുടെ എന്ന് പറഞ്ഞു. വെറൈറ്റി സാരികൾ എവിടെ നിന്നാണ് ഇറക്കുന്നത്? എന്റെ ദൈവമേ, അത് പറഞ്ഞാൽ പ്രത്യേക കാശ് വല്ലതും കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്റെ മോൻ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പൊ ഞാൻ എപ്പോഴും കളിയാക്കും ആ കടയിൽ ഇതിന് തുണി എടുക്കുമ്പോ. പിന്നെ പിള്ളേർ ആരെങ്കിലും ഇവിടെ വരാറുണ്ടോ? ഇല്ലല്ലോ. ആടുജീവിതം എന്ന് പറയുന്ന പടം കാണണം. എൻ്റെ കുഞ്ഞ് ഇതുപോലെ കഷ്ടപ്പെട്ട ഒരു പടമില്ല. ഇവ ഒളിച്ചു വെച്ച് എൻ്റെ അടുക്ക് 19 കിലോ കുറച്ചെന്നൊക്കെ പറഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് വന്ന സങ്കടം ഉണ്ടല്ലോ. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. കൊടുത്താൽ തിന്നുന്ന ഒരാള് പൊന്നു ദൈവമേ. 10ാമത്തെ വയസ്സ് ഞാൻ ഉണ്ടാക്കി കൊടുത്തതിന്റെ ആണെന്നാണ് ഇപ്പം കാണുന്ന വണ്ണം. ഞാൻ പറയും എന്തോന്നാ നീ. ഇന്ദ്രേട്ടൻ ഡയറക്ട് ചെയ്ത മൂവി ഞങ്ങൾക്ക് ഇന്ദ്രേട്ടൻ ഡയറക്ട് ചെയ്യും. അത് എല്ലാം റെഡിയാ. അമ്മയുടെ കഷ്ടപ്പാട് എന്തോ അതിന്റെ ഒരു ഇതാണ് ഞാനും ഇന്ദ്രേട്ടൻ ഇവിടെ നിൽക്കുന്നത്. അമ്മയുടെ കണ്ണ് ഒരുപാട് നിറഞ്ഞു. കാരണം എന്ത് ചെയ്തു മല്ലിക, അത് പലരുടെയും ചോദ്യമായിരുന്നു. ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി ഞാൻ ഒരുപാട് സുഖങ്ങൾ ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കാര്യം മമ്മൂട്ടി എപ്പോഴും പറയും, എന്റെ കൂട്ടാ നാക്കെടുത്ത് വെച്ച് വളച്ച് വല്ലതൊക്കെ പറയും. അത് എന്തെങ്കിലും മമ്മൂട്ടി അങ്ങനെ വേണ്ടായിരുന്നു തോന്നിയ മമ്മൂട്ടി അപ്പം തിരുത്തും. അതെ, എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഭയങ്കര പാവാണ്, നന്നായി മക്കളെ വലിയ സന്തോഷം. ഞാൻ ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് ജനത്തിനെ കാണുമ്പോൾ പറഞ്ഞ കേട്ടോ, നിങ്ങളൊന്നും കേൾക്കുന്നത് അതാളെ ഒരു പാവാന്നൊക്കെ പറഞ്ഞേക്കണം. അല്ലാതെ തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്റെ പേരെന്താണെന്നറിയോ? ഞാൻ ആരോ പറഞ്ഞല്ലോ, ആ കുട്ടിയുടെ പേര് ആന്റിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പേരാണ്. അതുകൊണ്ടാണ് ആ കുട്ടി പൂർണിമ അല്ലേ? അത് കറക്റ്റാ, പ്രിയപ്പെട്ട പേര്. എന്റെ ആദ്യത്തെ മരുമോളാണ് പൂർണിമ. അമ്മ എന്ന് പറയുമ്പോ തന്നെ കേരളത്തില് ഭയങ്കര സൂപ്പർ സ്റ്റാർ അമ്മ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം രാജുവേട്ടന്റെ ആയിക്കോട്ടെ, ഇന്ദ്രേട്ടന്റെ ഒരു അമ്മ എപ്പോഴെങ്കിലും അഹങ്കരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അയ്യോ, അഹങ്കരിച്ചിട്ട് എന്തോ മോളെ. ഞാൻ ചെയ്യട്ടെ, മക്കള് സിനിമാ താരങ്ങളാട്ടെ, അല്ലെങ്കിൽ മറ്റേ ഇന്ത്യയിലെ മറ്റേ ഉയർന്ന മറ്റവരാട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക നീൽ ആംസ്ട്രോങ്ങിനെ പോയിട്ട് ചന്ദ്രനിൽ പോയവരാട്ടെ, അമ്മമാർ ഇവിടെ കിടന്ന് അഹങ്കരിച്ചുകൊണ്ട് വല്ലതും സംഭവിക്കും? ഒന്നുമില്ല. അഹങ്കരിച്ച അഹങ്കാരി എന്നൊരു പേര് കേൾക്കാതല്ലാതെ അതിപ്പോ ഒന്നും ഇല്ലെങ്കിലും പറയുന്നവരുണ്ട്. ഇപ്പം രാജുവേട്ടൻ അന്ന് പറഞ്ഞായിരുന്നു അമ്മ ജോ ബൈഡനൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചായിരുന്നു അവര് വരാൻ വേണ്ടി? അയ്യോ, എൻ്റെ അടുത്ത് വരത്തില്ല, 12ാം തീയതി അമേരിക്കയിലാണ് എൻ്റെ അമ്മ, എന്ത് ചെയ്യാനമ്മേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാണ്. അതും മോഹൻലാലിന്റെ പിന്നെ ആന്റണി പെരുമ്പാവൂർ എടുക്കുന്ന പടം. ഓൾറെഡി എല്ലാ അറേഞ്ച്മെന്റ്സും ഓരോ വിദേശ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെർമിഷനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് മാറ്റിയാലൊക്കെ പിന്നെ കിട്ടാൻ പിന്നെ 1 മാസം താമസിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രയാസങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം, അത് പറഞ്ഞാൽ മതി. അവർ രണ്ടുപേരും വെളിയിൽ നിന്ന് സന്ദേശം അയച്ചു, ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് എന്ത് മാജിക്കോ അതോ ഞാൻ അയ്യോ കഷ്ടം എൻ്റെ മക്കൾ ഇല്ലാതെ ആയിപ്പോയല്ലോ എന്നുള്ള എൻ്റെ വിഷമം കണ്ടിട്ടോ കുറച്ച് കൂടുതൽ അനുഗ്രഹിച്ചത് തന്നെയാണ്. രണ്ടുപേരുടെ വിസ വന്നില്ല. രാജുവേട്ടനായാലും ഇന്ദ്രേട്ടനായാലും പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാളികൾ ഇനിയും അമ്മയുടെ ഒരു എന്താ പറയാ കഴിവ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നുള്ളത്. അമ്മയുടെ കഴിവ്, അതായത് എല്ലാവരുടെയും കഴിവുകൾ നമുക്കുണ്ടെന്ന് മറ്റൊരാൾ അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു അവാർഡ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് കഴിവുണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളല്ലേ. അത് അന്നുമില്ല, ഒരു സിനിമയിൽ വന്ന കാലത്തും ഇല്ല എനിക്ക് അങ്ങനത്തെ വേഷം വേണം, നായിക ഒന്നുമില്ല. ഞാൻ വീട്ടിലിരിക്കും, അപ്പോൾ ഏതെങ്കിലും ഒരു പടം കാണും, നന്നായിരുന്നു വലിയ അതിനകത്തോട്ട് ഇങ്ങനെ വേഷമാണെന്ന് പറഞ്ഞ് പിന്നെ 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 ഒരു വളരെ ഫീൽഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംവിധായകർ വിളിക്കാൻ തുടങ്ങി. ശ്രീകുമാരൻ തമ്പിച്ചേട്ടനാണ് തുടക്കം കുറിച്ചെങ്കിലും വിൻസെൻ്റ് മാഷ്, ഒരുപാട് പേര്, പിന്നെ KG ജോർജ് സാറ്, ഒരുമാതിരി തലതൊട്ടപ്പനെ പോലെ അവാർഡ് കിട്ടിയ വേഷം വരെ സാറിൻ്റെ പടങ്ങളാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമുക്കൊരു ഭയങ്കര ഒരു മാനസികമായിട്ടൊരു ബലം, നമുക്കിവിടെ നിൽക്കാം തോന്നലൊക്കെ ഉണ്ടായത്. നമ്മുടെ കഷ്ടപ്പാട് എന്തോ അതിൻ്റെ ഒരു ഇതാണ് ഞാനും ഇന്ദ്രേട്ടൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം ആക്ച്വലി അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയുടെ കണ്ണ് ഒരുപാട് നിറഞ്ഞു. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് സുഖേട്ടൻ്റെ മരണം. അപ്പോൾ എനിക്ക് കുറച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം
പൈസ മാത്രമല്ല, 2 ആൺകുട്ടികളെ ഒരു പരുവത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ് നമുക്ക്. കാരണം നമ്മുടെ ഏത് നിമിഷവും നമ്മുടെ കൈവിട്ട് പോകാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുത്തെ അമ്മമാരോട് എല്ലാവരോടും പറയുന്നുണ്ട്, അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എന്താ പറയുക, പഠിപ്പിച്ച് അവരൊരു പൊസിഷൻ എത്തുന്നിടം വരെ അമ്മമാർ തന്നെ ശ്രദ്ധിക്കുക. എന്ത് ചേട്ടന് പറ്റൂലേ ഇതൊക്കെ ചോദിക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അത് അച്ഛനാണ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ജോലിയെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ പിള്ളേരാകപ്പാടെ എഴുതായിപ്പോൾ. അപ്പോൾ എനിക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു ഇന്ദ്രൻ രാജുവിൻ്റെ ആ ഒരു സൈഡ് ഞാൻ അത് ഏറ്റെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ സുഖങ്ങളും, ഞാനിങ്ങനെ എന്നും സിനിമയ്ക്ക് പോവുക, എന്നും കൂട്ടുകാരുടെ കറങ്ങാൻ പോയി, എന്നെ കിട്ടത്തേയില്ല. ഇപ്പം തന്നെ ഈ 2 പിള്ളേരെ ഏറെക്കുറെ കയ്യിൽ നിന്ന് വിട്ടുപോയെങ്കിൽ എന്താ ആൾക്കാർ പറയാം, എല്ലാ കാര്യമുണ്ട്, ആ സുകുമാരൻ പോയതോടുകൂടി അത് 2 വഴിക്കാം എന്ന് പറയുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു എൻ്റെ ഒരു ബാധ്യതയായിരുന്നു, കുഞ്ഞുങ്ങളുടെ കൂടെ എല്ലാത്തിലും നിൽക്കുക. അങ്ങനെ അതിനു വേണ്ടി ഞാൻ ഒരുപാട് സുഖങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബപരമായിട്ടോ വിദേശത്ത്, ഇപ്പം എൻ്റെ ചേട്ടൻ അമേരിക്കയില്ല, എപ്പോഴും പണ്ട് പരാതി പറഞ്ഞു, നീ എന്താ ഇവിടെ ചെയ്ത്, അവർ സൈലൻസ് സ്കൂളിലല്ലേ, നിനക്ക് വരരുതോ, 10 ദിവസം ഇവിടെ നിന്നിട്ടോ, എപ്പോഴും വിളിക്കും ചേട്ടൻ. പോയപ്പോഴൊക്കെ ചേട്ടൻ്റെ ടിക്കറ്റിലാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നും, ഷോ ഞാനിവിടെ ഇല്ലെന്ന് കാണുമ്പോൾ പിള്ളേർക്ക് ഈ ഞായറാഴ്ച ആര് പോയി വിളിക്കും, അങ്ങനെയൊക്കെ ഞാൻ പലതുമൊക്കെ അത് ചെറിയ കാര്യം. അതിൽ തുടങ്ങി സാമ്പത്തികം വരെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ അവർക്ക് ഒരു വിഷമം അറിയിക്കാതെ ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ ബൈക്ക് അങ്ങനെ വളർത്തിയത്. അതിൻ്റെ പിന്നിൽ അമ്മയുടെ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടെന്നുള്ളത് 2 പേർക്കും അറിയാം. അത് അവർ 2 പേരും എപ്പോഴും പറയുന്നത്. കാരണം അമ്മ ഞങ്ങളൊന്നും സമ്പാദിക്കാതിരുന്ന കാലത്തും ഞങ്ങൾ പറഞ്ഞതെല്ലാം സാധിച്ചത് അമ്മയാണ് അമ്മ. അപ്പോൾ അത് ദൈവം, ഞാൻ പറയാറില്ലേ, ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ 2 മക്കളാണ്. അത് സുഖമായിട്ടെന്ന് ദൈവത്തിനോട് പറഞ്ഞിട്ട്, പാവം അവളെ ഒറ്റയ്ക്കേ ഉള്ളൂ, നോക്കിക്കോടെ എന്ന് പറഞ്ഞ് ഏതായാലും അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ എപ്പോഴും കാണും. അതെ, കാരണം എന്ത് ചെയ്തു മല്ലിക, അത് പലരുടെയും ചോദ്യമായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ദിരയത്തും പൃഥ്വിരാജ്. കാരണം അവരെ ഈ നിലയ്ക്ക് ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്, നല്ല വാക്കുകൾ അതെല്ലാം അവരനുസരിച്ചിട്ടുമുണ്ട്. അതാണ് എൻ്റെ ഭാഗ്യം. ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, അവരനുസരിക്കുകയും കൂടെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ വീടിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് സുഹേടിനോട് ഏറ്റവും വലിയൊരു സത്യം, ആ ഒരു കടമ അത് നിറവേറ്റി എന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നെഗറ്റീവ് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ചിരിച്ചുകൊണ്ട് കഴുത്തിറങ്ങുന്ന അമ്മായിയമ്മയായിട്ട്. ഓക്കെ, ഇപ്പം രാജേട്ടന്റെ പുതിയ ആടുജീവിതം ഇറങ്ങാൻ പോവാണ്, അതിന്റെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉണ്ടോ? തീർച്ചയായിട്ടും ആടുജീവിതം എന്ന് പറയുന്ന പടം എനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിലെ എന്നെ സ്നേഹിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുടുംബങ്ങളായാലും കാണണം. എൻ്റെ കുഞ്ഞ് ഇതുപോലെ കഷ്ടപ്പെട്ടൊരു പടമില്ല. എനിക്ക് സങ്കടം വന്ന് കണ്ണ് നിറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ ഇവൻ ഒളിച്ചു വെച്ച് എൻ്റെ ഇടയ്ക്ക് 19 കിലോ കുറച്ചെന്നൊക്കെ പറഞ്ഞത്. ഓരോ ദിവസം അപ്പോൾ ആദ്യം ചെന്നിറങ്ങിയ ഫോട്ടോയിലൊരു തടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ നോക്കിയപ്പോൾ കാണാം ഈ വാരിയലൊക്കെ എന്നോട് പറഞ്ഞില്ലാരും. ഇവൻ്റെ കൂടെ നയിക്കുന്ന ചിങ്കിടികളോട് വരെ പറഞ്ഞു വെച്ചു, അമ്മ വിളിച്ചപ്പോ ഞാൻ എന്താ ഇങ്ങനെ. അല്ല, അത് ആടിൻ്റെ ഇടയിൽ ഏതാണ്ടൊക്കെ പറഞ്ഞു, കൂടെ ജീവിക്കുമ്പോൾ അത്ര ഒരു ദാരിദ്ര്യം പിടിച്ച് അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് വന്ന സങ്കടം ഉണ്ടല്ലോ. പിന്നീട് സത്യം പറഞ്ഞാൽ ബ്ലസ്സിയും ബെന്യാമിനും ഒക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഡോക്ടർമാർ പറഞ്ഞിട്ട് പോലും വകവയ്ക്കാതെ 19 കിലോ കുറച്ച് ഫാറ്റൊക്കെ എടുത്ത് എൻ്റെ ചേട്ടൻ. അപ്പം അവൻ തന്നെ അവസാനം സമ്മതിച്ചു, ശരിയാ കുറച്ചൊരു ഇതായിട്ട് എനിക്ക് തോന്നി, ഇനി ഞാൻ ഇങ്ങനെ കുറയ്ക്കില്ല, ഇത് പക്ഷേ ഈ പടത്തിന് അത്യാവശ്യമായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് ആ ലുക്ക്. എന്നിട്ട് അവൻ ആ രൂപത്തിൽ ആഹാരം കഴിക്കാതെ ഇരുന്നുകൊണ്ട് അവിടെ ബാക്കിയുള്ളവരെയും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചു എന്നൊക്കെയുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാനത് വരാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ എന്തോ ഒരു വലിയ ലോഞ്ചിങ് ഒക്കെ എറണാകുളത്ത് നടത്താൻ പോകുന്നതെന്ന് ബ്ലസ്സി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ AR റഹ്മാൻ വരുന്നുണ്ട്. റഹ്മാനെയൊക്കെ ഞാൻ വളരെ കുഞ്ഞിലേ കണ്ടിട്ടുള്ളത്, റഹ്മാന് പോലും അറിയില്ല. ശേഖർ സാറിൻ്റെ വീട്ടിൽ സകലമാന പേരോടും ഈ അമ്മയുടെ ഒരു എളിയ അപേക്ഷയാണ്, ആടുജീവിതം കാണണം. വേറൊന്നും കൊണ്ടല്ല, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഒരു ജോലിയിൽ എന്തുമാത്രം ആഴത്തിൽ ചെന്നിറങ്ങുന്നു, എത്ര വലിയ കമ്മിറ്റഡാണ്, എത്ര കണ്ട് ആത്മാർത്ഥമായിട്ടാണ് അവൻ്റെ തൊഴിലിനെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആടുജീവിതം. അങ്ങനെ ഒരു പടം അഭിനയിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഈശ്വരാധീനമാണ്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നോ? എല്ലാം കൊടുത്താൽ തിന്നുന്ന ഒരാൾ പൊന്നു ദൈവമേ. അമ്മേ അപ്പം ഇതിനെ കൂടെ പറയും,
അവൻ എന്താണ് നിനക്ക് കുറച്ച് വണ്ണം പറയാ കൊച്ചിലെ നെയ്ക്കാത്തേ അതൊക്കെ കൂടെ വരട്ടി ബൂസ്റ്റും കഴിച്ച് നെയ്ക്കാത്തുണ്ടാക്കിയ പഴന്തിൻ്റെ മക്കളെ പാൽപ്പായസം കൂടി മക്കളെ എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കുക 10ാമത്തെ വയസ്സ് ഞാൻ ഉണ്ടാക്കി കൊടുത്തതിൻ്റെയാണ് അവൻ ഇപ്പം കാണുന്ന വണ്ണം. ഞാൻ പറയും എന്തോന്നാ നീ എന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, ഇപ്പൊ അമ്മ പൃഥ്വിയേട്ടൻ ഡയറക്ട് ചെയ്ത മൂവിയിൽ അഭിനയിച്ചു. ഇനി ഇന്ദ്രേട്ടൻ ഡയറക്ട് ചെയ്ത മൂവിയിൽ ഞങ്ങൾക്ക് കാണാം. ഇന്ദ്രേട്ടൻ ഡയറക്റ്റ് ചെയ്യും. അത് എല്ലാം റെഡിയാ. ഇക്കൊല്ലം തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ കാണാം അവൻ ഇപ്പം തമിഴ്, തെലുങ്ക്, തൃശയും അവരും കൂടെ ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. ഒരു തമിഴിൽ ഇപ്പൊ ഒരു 1-2 പടം ചെയ്യുന്നുണ്ട്. മലയാളത്തിലും ഇപ്പൊ ഇന്ദ്രനും ഭയങ്കര ബിസി ആയിപ്പോയി. അതിനിടെ കൂടി ഇപ്പൊ തന്നെ 2 ദിവസം ക്രിക്കറ്റ് കളിക്കാൻ ഷാർജയിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ അതാ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാർജയിൽ നേരെ അമേരിക്കയിൽ പോയി എമ്പുരാന്. ഇങ്ങനെ അവനും ഓട്ടം ഇപ്പൊ എന്ത് ചെയ്യും? അതുകൊണ്ടാ ചെയ്യും. ഓക്കെ, അപ്പം എന്തായാലും കുറെ എന്താ പറയാ ഇപ്പത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു അമ്മായിയമ്മയാണ് ശരിക്കും. എന്താ സംശയം? എന്താ കൊള്ളാം. ഇപ്പം അമ്മയുടെ 2 മരുമക്കളുണ്ടല്ലോ, അതിലൊരു അമ്മനായിട്ടുള്ള ഭയങ്കര ഒരു വൈബ് ഉള്ള ഒരു മരുമകളെ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ പറയാ? ഒരാളുടെ എല്ലാ 2 പേർക്കും നല്ല വൈബ്സാ. ഒന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു കുടുംബകലഹം ഒന്നും ഉണ്ടാക്കാം. ഇതേപോലെ അല്ല അമ്മേനെ പോലെ ഇങ്ങനെ കൗണ്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള്. കൗണ്ടർ പറയാനായിട്ട് മാമക്കളാവും എടുക്കരുത്. രാജു അതെ ഇന്ദ്രനും അതെ. രാജു പെട്ടെന്ന് പറയും, ഇന്ദ്രനും പറയും. രാജുവിനെ ഒന്ന് പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്തത് പറയാൻ പറ്റും. അവന് പെട്ടെന്ന് കൗണ്ടർ പറയുന്ന ആളാണ്. പെൺകുട്ടികൾ കുറെ കൂടെ നമ്മൾ പറയുന്നതിന്റെ ഉത്തരം പറയുന്നില്ല, അതിന് കയറിക്കിടന്ന കൗണ്ടറൊന്നും അടിക്കില്ല. അങ്ങനെ അവർക്കറിയാം അമ്മയുടെ മുമ്പിൽ അമ്മയുടെ കൗണ്ടറിന്റെ മുമ്പിൽ നമ്മുടെ കൗണ്ടർ ഒന്നും അല്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ കാണുമ്പോഴായാലും ഇപ്പം മരുമക്കളായിക്കോട്ടെ മക്കളായിക്കോട്ടെ അമ്മേനെ പറ്റി സംസാരിക്കുമ്പം അവര് കണ്ണ് നിറയും. അതേപോലെ തന്നെ ഭയങ്കര പ്രൗഡായിട്ട് എൻ്റെ അമ്മായിയമ്മ അത് അല്ലെങ്കിൽ എൻ്റെ അമ്മ അത് ഭയങ്കര പ്രൗഡായിട്ടാണ് അവർ ഏത് ഇന്റർവ്യൂ ആയാലും ഏത് സ്റ്റേജ് ഷോ ആയാലും അവർ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കും എന്ന് തോന്നാറ്. അല്ല തീർച്ചയായിട്ടും പൂർണ്ണിമ ഈയിടെ എവിടെയോ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഇപ്പൊ കൂടെ എൻ്റെ ഫോണിലൊരു മെസ്സേജ് കിടപ്പുണ്ട്. അവർ 2 പേരും അതെ എവിടെയെങ്കിലും അല്ല അങ്ങനെയാണ് ഞാനും അവരെ 2 പേരെയും കരുതുന്നത്. കാരണം എനിക്ക് പെൺമക്കളില്ലാത്തതുകൊണ്ട് 2 പേരെ എൻ്റെ 2 പെൺമക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ വന്നു കയറിയ കാലം തൊട്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ വിട്ടുകൊടുക്കുക. ഞാൻ ഒരിക്കലും അവരുടെ ഇടയിൽ ചെന്ന് കിടന്ന് അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ ഒരു സന്തോഷമോ ഒന്നിനും ഒരു തടസ്സമായിട്ട് നിൽക്കുക. അതെൻ്റെ മക്കൾക്കറിയാം. അതുകൊണ്ട് എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാൽ എൻ്റെ മക്കളെ 2 പേരുടെ മനസ്സിൽ ആ വിചാരമുണ്ട്. അമ്മ ഇങ്ങനെ എന്നിട്ട് ചോദിക്കും, എന്തോ അമ്മയെ വലിയ ദുരഭിമാനം പോലെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എന്തിനാ? അച്ഛൻ്റെ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ചൊരു ചെറിയ ഫ്ലാറ്റ് എറണാകുളത്ത് കിടപ്പുണ്ട്. അമ്മയ്ക്ക് സുഖമായിട്ട് അവിടെ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് അത് സാരമില്ല. നിങ്ങൾ തൊട്ടടുത്താണ്, 5 മിനിറ്റേ ഉള്ളൂ 2 പേർക്കും വരാനും കാറില്ല പോരെ. പിന്നെ കൂടെ കിടന്ന് വരേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അമ്മനെ എവിടെ കണ്ടാലും ആ ചന്ദനക്കുറി നെറ്റിയിൽ ഉണ്ടാവും. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും? തീർച്ചയായിട്ടും. അത് ഞാൻ ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. അല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതലും സംഘികളെ ചീത്ത വിളിക്കുന്നത് ഞങ്ങളെ. ഇവിടെ ഈ സംഘി എന്ന് പറഞ്ഞ് കുറേ കാണാം. എൻ്റെ ചെറിയ പറയുന്നതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അത് പറയുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. എന്തറിയുന്നു വിഭവം, മുകളത്തെ വാക്കുകളെ ഉപയോഗിക്കുന്നില്ല. എന്തറിയുന്നു വിഭവം. കാരണം ഞങ്ങളെപ്പോലെയൊക്കെ ഒരു ഈശ്വര ചിന്തയും ഒരു ചിട്ടയും അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് മക്കളെ വളർത്തുന്നവരും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ഇന്നും നേരം വെളുത്ത് എഴുന്നേറ്റാൽ കുളിച്ച് ഞാനങ്ങനെ പൂജ മുറി ചെന്ന് 10 പേര് കാണുകയൊന്നും അല്ല നാമം ജയിക്കുന്നത്. ഞാൻ എൻ്റെ റൂമിലിരുന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് എനിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും അമ്പലത്തിലെ ഒരു ഭസ്മമോ കുങ്കുമോ ചന്ദനമോ എന്തെങ്കിലും എടുത്ത് തൊടും. ഗുരുവായൂർ തൊട്ടുള്ളത് ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ അത് തൊടും, അങ്ങനെ ഇറങ്ങാം. അപ്പോൾ അതെന്തോ ഒരു ബലമാണ്, ഒരു അഡീഷണൽ ബലമാണ്. ഞാൻ ചോദിച്ചല്ലോ വിശ്വാസം അതല്ലേ എല്ലാം. അത് തകർക്കാനൊന്നും ഞാൻ ആരെയും സമ്മതിക്കുന്നില്ല. അതിനെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും സപ്പോർട്ടും എനിക്ക് വേണ്ട. അപ്പം രാജേട്ടനായാലും ഇന്ദ്രേട്ടനായാലും അമ്മേനെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് നോക്കുന്ന ഒരു 2 മക്കളാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവരായിട്ട് എന്തെങ്കിലും ഇങ്ങനെ സൗന്ദര്യ പിണക്കങ്ങൾ അല്ലെങ്കിൽ അമ്മ അവരെ ഭയങ്കര ചീത്ത പറയേണ്ട വല്ല അവസ്ഥകളുണ്ടായിരുന്നു? നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇല്ലല്ല, ചീത്തയൊന്നും പറയാറില്ല. സൗന്ദര്യപ്പിണക്കം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വല്ലതൊക്കെ ഒരു എന്തിനാ മോനെ നീ ഇങ്ങനെ കയറി പറയാൻ ഇതാ പഴയ അമ്മൂമ്മയുടെ രീതിയാ ചേട്ടാ. അയ്യോ മക്കളെ ചക്കരയെന്ന് പറഞ്ഞിരിക്കും, അമ്മയെ തെറിയും വിളിച്ചുകൊണ്ട് പോകും ഓരോരുത്തരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അതിനൊക്കെ അവർ എന്നെയാണ് ഉപദേശിക്കുന്നത്, അമ്മ ഇതൊക്കെ മാറ്റണേ, ഇതൊക്കെ പണ്ടത്തെ അമ്മൂമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതിനൊന്നും ഈ നൂറ്റാണ്ടിൽ ഒരു വിലയില്ലമ്മ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മക്കൾ 2 പേരും എന്നെ ഉപദേശിക്കാറുണ്ട്. കുറച്ചുകൂടെ അമ്മ. അപ്പോൾ ഞാൻ പറയടാ അത്ര ഈ വയസ്സ് വരെ ഇങ്ങനെ ജീവിച്ചു, വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇനി കുറച്ച് കാലം കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് പറയും. പിന്നെ അങ്ങനെ വഴക്കൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ കാണുമ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയാറുണ്ട്, അത് പോട്ടെ ഇപ്പം ഏതായാലും പറ്റിയത് പറ്റി. പക്ഷെ ഞാൻ അവരെ ഒരിക്കലും ഒരു ഡെസ്പറേറ്റ് ആക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ല. സപ്പോർട്ടായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും
തീർച്ചയായും. കാരണം എൻ്റെ മക്കൾ ഇവന്മാരൊന്നും അച്ചടിച്ച് വിടുന്ന തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഏറ്റവും വിശ്വാസം ഉള്ള ഒരാളാണ്. അമ്മ എന്നുള്ള നിലയിലല്ല, എനിക്കറിയാം. പിന്നെ ആരെന്ത് എഴുതിയാലെന്ത്, അവരുടെയൊക്കെ മക്കളെ അവർ നോക്കട്ടെ, നമ്മുടെ പിള്ളേരെ വിട്ടരെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എന്തെങ്കിലും ഇവർക്കെതിരെ എഴുതുമ്പോൾ പ്രതികരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ മുമ്പൊക്കെ ആദ്യമൊക്കെ ചിലപ്പോൾ പ്രതികരിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് രാജുവിന്റെ ഒരു പോളിസിയോടാ ബഹുമാനം. എന്ത് കേട്ടാലും മിണ്ടത്തില്ല. അതാണ് ഇപ്പൊ രാജോട്ടെ കൊണ്ട് നടക്കുന്നത്. ഞാനത് കണ്ടുപഠിക്കുക, അല്ല കേട്ടാൽ മിണ്ടാതെ നടക്കും. കാരണം എന്തിനാണ് പ്രതികരിക്കുന്നത്? പ്രതികരിച്ചാൽ പിന്നെ എന്താ ഇവരെ എഴുതത്തില്ലേ? പ്രതികരിച്ചാലും എന്തെങ്കിലുമൊക്കെ കുത്തിയിരുന്ന് എഴുതണം തോന്നുന്ന മഹാന്മാരൊക്കെ എന്തെങ്കിലും ചുമ്മാ ഈ 69 വയസ്സായ എന്നെ വിടുന്നില്ല, പിന്നാണോ സിനിമാ താരങ്ങളായ അവരെ ഇത്രയും നിൽക്കുന്ന അവരെങ്ങനെ വിടാൻ? അതാ പറയാ. അപ്പൊ പിന്നെ അതൊന്നും ഒരു ഈ രാജേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർ, അതുപോലെ ഇന്ദ്രൻ ചേട്ടനായാലും ഭയങ്കര ഒരു വെർസറ്റൈൽ ആക്ടർ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അമ്മ എന്ന രീതിക്കല്ല കേട്ടോ, അമ്മ ഒരു നടി എന്ന രീതിക്ക് രണ്ടുപേരും വിലയിരുത്താൻ പറഞ്ഞ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇവൻ നല്ല അടിപൊളിയാന്ന് പറയാം? അല്ല, രണ്ടുപേരും നല്ല നടന്മാരാണ്. അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് രാജുവിന് ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു കോമഡി ഒട്ടും വഴങ്ങാൻ തോന്നില്ല, സുവോട്ടനോട്ട് സീരിയസ് ആയിട്ടൊക്കെ ഉള്ള സംഭവം. പക്ഷേ ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ അമർ അക്ബർ ആന്റണി വന്നില്ലേ, ഇവനാള് കൊള്ളാം, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലേ പറഞ്ഞത്. ഇവർ രണ്ടുപേരും കൂടി സീനുണ്ടല്ലേ, പ്രതികാരം നാളെ ചെയ്യാം അല്ലേ ആ സീനൊക്കെ ഞാനിങ്ങനെ തിയേറ്ററിൽ അങ്ങനെ ചിരിച്ചുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇവര് കോമഡിയൊക്കെ വരുമല്ലേ. പിന്നെ അതെ, പിന്നെ അത് കഴിഞ്ഞ് പലയിടത്തും ഇങ്ങനെയൊക്കെയുള്ള സീനുകളില് അങ്ങനെയൊക്കെ അപ്പൊ അത് ഉണ്ട്. പക്ഷെ രാജുവിനെ ആദ്യമേ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഹീറോ ആയിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു നന്ദനത്തില്. അപ്പൊ ആ ട്രാക്കിലൂടെ മാത്രമാണ് രാജു സഞ്ചരിക്കുന്നത്. ഇന്ദ്രൻ അങ്ങനെയല്ല, എല്ലാം ചെയ്യും. ഹീറോ എന്നൊക്കെയുള്ളത് കൂടുതൽ ഇപ്പോഴാണ്. സഹനടൻ്റെ വേഷവും അത്യാവശ്യം കോമഡി കലർന്ന വേഷങ്ങളും എല്ലാം. പക്ഷേ ഇതിൻ്റെ നല്ല കുറേ പടങ്ങളുണ്ട്. ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാം, അസാധ്യ നല്ല പെർഫോമറാണ് ഇന്ദ്രൻ. ഇന്ദ്രനെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. പക്ഷെ അവൻ ഈ എല്ലാത്തരം വേഷങ്ങളും ചെയ്തത് കൊണ്ടാണ് അവൻ്റെ അഭിനയത്തിനെ കുറിച്ചൊരു വിലയിരുത്തൽ വരുമ്പോൾ ഏത് പടം പറയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത്. സീരിയസ് പറയണോ കോമഡി പറയണോ? ചിലർ ക്ലാസ്മേറ്റ്സിൽ പടി തൊട്ട് കണ്ടു വെച്ചാൽ എത്ര വെമ്പിള്ളാരെ ചവിട്ടിയ പടിയാണ് അതിനെക്കുറിച്ച് പറയുന്നവരുണ്ട്. ചിലർ മറ്റേ സിനിമയിൽ മറ്റേ ആ കഥകളി അത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പലരും പല പടങ്ങൾ പറയും. രാജു എന്ന് പറയുന്ന ഒരു ഹീറോ കൺസെപ്റ്റാണ് അവനുള്ളത്. രണ്ടുപേരും അവരുടെ സത്യം എനിക്കങ്ങനെ രണ്ടുപേരോടും എനിക്ക് ബഹുമാനമാണ്. കാരണം എനിക്ക് കൊടുക്കുന്നത് ഡയറക്ടർമാർ പറയുന്ന പോലെ അഭിനയിക്കാനും ഒക്കെ. പക്ഷെ കുറെ കൂടെ ഈ സിനിമയുടെ ഈ ബോഡിയും കാര്യങ്ങളും അതും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് രാജു. ഇന്ദ്രൻ അങ്ങനെയല്ല, ശ്രദ്ധിക്കത്തില്ലെന്നല്ല. ഇത് അടുത്ത പടത്തിനകത്ത് 5 കിലോ 5-6 കിലോ കുറച്ചോണ്ട് വരും. പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് അവിടെ വരും വീണ്ടും പോയി 6 കിലോ തിരിച്ചു പിടിച്ചോണ്ടേ അവൻ പോകത്തുള്ളൂ. അതേ ഉള്ളൂ, വേറെ. പിന്നെ അമ്മേനെ കാണുമ്പോൾ എനിക്ക് ചോദിക്കുന്ന കാര്യം ഉണ്ടല്ലോ, ഇങ്ങനെ വെറൈറ്റി സാരികൾ എവിടെ നിന്നാണ് ഇറക്കുന്നത്? എൻ്റെ ദൈവമേ, അത് പറഞ്ഞാൽ പ്രത്യേക കാശ് വല്ലതും കിട്ടുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ സ്ഥിരമായിട്ട് സാരി എടുക്കുന്നത് കല്യാൺ സിൽക്ക്. അച്ഛാ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, എൻ്റെ മോനാണ് എൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഞാൻ എപ്പോഴും കളിയാക്കും ആ കടയിച്ചതിന് തുണി എടുക്കുമ്പോൾ. മോന് ബ്രാൻഡ് അംബാസഡറായിട്ട് പരസ്യത്തിലൊക്കെ ഹായ് ഓണം ക്രിസ്മസ് റംസാൻ എന്നൊക്കെ പറഞ്ഞ് വെച്ച് കാശ് വാങ്ങിച്ച് അങ്ങ് പോകും. അമ്മ ഇവിടെ വന്ന് കിടന്ന് കിട്ടുന്ന കാശെല്ലാം തുണി വാങ്ങിച്ച് ആഡി സെയിലിനും കോംബോ സെയിലിനും ഒക്കെ തിരുവനന്തപുരത്തെ മാനേജറുണ്ട് ഒരു ശ്രീജിത്ത്, വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ പറയാം, എൻ്റെ ശ്രീജിത്തെ പിന്നെ പിള്ളേർ ആരെങ്കിലും ഇവിടെ വരാറുണ്ടോ? ഇല്ലല്ലോ, കാശ് അപ്പോൾ അവർ പറയും. അപ്പോൾ സത്യം അത് പറയുന്നുണ്ട്. അയ്യോ ചേച്ചി, സത്യമായിട്ട് എല്ലാവർക്കും ചേച്ചി അവിടെ ചെല്ലുമ്പോഴും പിള്ളേരെല്ലാം ഓടി വരും ഫോട്ടോ എടുക്കാനും അതിനും ഒക്കെ ആയിട്ട് വലിയ കാര്യമാണ്. പിന്നെ വളരെ ഹോംലിയാണ് അവിടെ ചെല്ലുമ്പോൾ. അത് ഞാനായോണ്ടല്ലോ കേട്ടോ, പലർക്കും അവർ ചെന്ന് ഇരുന്നിച്ച് നേരം ആയിക്കഴിഞ്ഞാൽ കാപ്പി കൊടുത്തു, തണുത്ത വെള്ളം, അത് എല്ലാ കടകളും ഇപ്പോൾ തരുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ ഒരു പരിചയമായിപ്പോയി. അന്ന് ഇത്രയൊന്നും ഇല്ല. ഇവനിങ്ങനെ തുടങ്ങിയ സമയത്ത് ആ കുടുംബമായിട്ട് എനിക്കിപ്പം ഇതിൻ്റെ പ്രകാശനം അല്ലെങ്കിൽ മാത്രമല്ല, എനിക്ക് കല്യാൺ സിൽക്സ് അറിയാം, കല്യാൺ ജുവലേഴ്സ് അറിയാം. ഇവരെ 3 പേരെയും ഞാൻ ഫ്ലൈറ്റിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച്. അപ്പോൾ ആ കുടുംബവുമായിട്ടും എനിക്ക് പരിചയമുണ്ട്. പലപ്പോഴും പല വിശേഷങ്ങൾക്കും ചേച്ചി വരുമെന്ന് ചോദിച്ച് വിളിക്കാറുമുണ്ട് എനിക്ക്. പക്ഷേ ഈ തൃശ്ശൂരായതുകൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് അങ്ങനെ എത്താൻ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാതെ വന്നത്. അതാണ് സത്യം. അപ്പോൾ ഇതില് അമ്മയുടെ മകനാരാ, അച്ഛൻ്റെ മകനാരാ? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മലയാളം പഠിപ്പിച്ചോണ്ട് വരും ആരെങ്കിലും. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, അമ്മയുടെ ഒരു പെറ്റായിട്ടുള്ള ഒരു ചുമ്മാ പറയാം. പൊതുജനം പറയുന്നത് പൃഥ്വി അച്ഛൻ്റെ അതേ. കാരണം എന്താ വെച്ചാൽ വളരെ കുറച്ച് സംസാരിക്കുക, അത് വലിയ ചിരിയൊന്നുമില്ല. അവരങ്ങനെ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ കാണിക്കുന്നത് മോനെ ഇതാണ് മറ്റേ നമ്മുടെ അവിടുത്തെ അമ്മ പറയാറുണ്ട്.
കഴിഞ്ഞു. മോനിപ്പോ ഞാൻ ഇപ്പം എനിക്കിപ്പോ 3-4 ചോദ്യം അവര് ബുദ്ധിമുട്ടി ചോദിക്കും, ശ്വാസം മുട്ടി. ഇദ്ദേഹം എല്ലാം എന്ന് പറയാതെ തീർക്കും. അതേ സ്ഥാനത്ത് ഞാനും തന്നെ ആയിരിക്കണം. അയ്യോ ഞങ്ങൾക്കറിയാം അവിടെ അടുത്താ ഞങ്ങളുടെ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് തുടങ്ങും. അങ്ങനെ ഇരിക്കും. ഇതുപോലെ ദാസേട്ടൻ്റെ ഭാര്യ പ്രഭ, യേശുദാസേട്ടൻ്റെ ഭാര്യ പ്രഭ നമ്മുടെ വീട്ടിൽ വരാതെ നേരത്ത് ഞാൻ പറഞ്ഞു, എന്തോ സുഖേട്ടാ. പ്രഭ വന്നപ്പോൾ സുഖേട്ടൻ കുറച്ചേ സംസാരിച്ചുള്ളൂ, ഞാനാണ് എല്ലാം സംസാരിച്ചത്. ഇപ്പോഴല്ല, അന്ന് സുഖേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നീ സംസാരിക്കുന്നതല്ല ഞാനും കൂടെ സംസാരിച്ചാൽ മേലാ പ്രഭ ഇവിടെ വരൂല, അവർക്കൊന്ന് വാതുറക്കാൻ ഒരു സന്ദർഭം കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു കേട്ടോ. അപ്പം അതിന്റെ അത് കാണുമ്പോ എന്താ തോന്നുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു മമ്മൂട്ടി സുഖേട്ടനും രാജുവും മമ്മൂട്ടി. അത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? മമ്മൂട്ടിയുടെ കാര്യമാണ് പറയേണ്ടത്. അതിനെക്കാട്ടി ചെറുപ്പമായിരിക്കുന്നത് രാജുവിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോയില്. അല്ല സത്യം ഞാൻ പറയാം, അതൊക്കെയാണ് എല്ലാവരും അവരവരുടെ ശരീരം. ഈ തൊഴിലിൽ അതൊക്കെ ആവശ്യമാണ് മോളെ. അതൊക്കെ മമ്മൂട്ടി വളരെ ചിട്ടയായിട്ട്, ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. യോഗ, അത് ഇത് മറ്റേത് മറിച്ച് ആഹാരത്തിൽ നിയന്ത്രണം. ഇപ്പം ആരാണ്ട് പറയുന്നത് കേട്ടു, ഇല്ല ഇക്ക ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ അല്ല ഉച്ചയ്ക്ക് കാലം ബിരിയാണി കഴിക്കുമായിരിക്കും, പക്ഷേ മൊത്തത്തിൽ അദ്ദേഹം അത് ആഹാരത്തിലൊക്കെ നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സുഖേട്ടൻ്റെ കൂടെ ആ പടവും എനിക്കറിയാം, മുദ്രയാണെന്ന് തോന്നുന്നു ഇരിക്കുന്നത്. ഇവർ വലിയ അടുപ്പക്കാരാണ്. സുഖേട്ടൻ വലിയ കാര്യം മമ്മൂട്ടി എപ്പോഴും പറയും, എൻ്റെ കൂട്ടാ നാക്കെടുത്ത് വെച്ച് വളച്ച് വല്ലതൊക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാവം തന്നെ വിളിച്ച് അതിനകത്തൊരു സോറി പറയുകയും ചെയ്തത്. മമ്മൂട്ടിക്ക് ഇപ്പം എന്ത് വിചാരിച്ചാൽ അങ്ങനെ അങ്ങോട്ട് എല്ലാവരുടെ അടുത്തും എന്നുള്ളതല്ല, അത് എന്തെങ്കിലും മമ്മൂട്ടി അങ്ങനെ വേണ്ടായിരുന്നു തോന്നിയ മമ്മൂട്ടി അപ്പം തിരുത്തും. അതൊരു വലിയ ക്വാളിറ്റിയാണ്. പലർക്കും അത് ആ ഈഗോ സമ്മതിക്കില്ല തിരുത്താൻ. അതെല്ലാവരും കണ്ടുപഠിക്കണം. ഇളം തലമുറയൊക്കെ കണ്ടുപഠിക്കേണ്ട. സോറി കേട്ടാ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി എന്ന് പറയാന്ന് പറയുന്നത് ഒരു മഹാകാര്യമാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഒന്നും വിചാരിക്കില്ല, അറിയാതെ ഇങ്ങനെ ഒരു സംഭവം എന്ന് വിചാരിക്കുന്നില്ല. എനിക്ക് നമ്മൾ ചെയ്തത് ഏറ്റു പറഞ്ഞ് തിരുത്താനെന്തിനാ നാണം കിടുന്നത്? അതിനൊന്നും ആവശ്യമൊന്നുമില്ല. ഈസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, പറയാതിരിക്കാം. ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ ഓരോരുത്തരിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ മിമിക്രി പഠിച്ചിട്ടുണ്ടോ ശരിക്കും? അയ്യോ എനിക്ക് വയ്യ, ഞാൻ പോട്ടെ. മിമിക്രി പഠിച്ചിട്ടുണ്ടോ? മിമിക്രിയൊക്കെ ഇപ്പം വന്ന കലാരൂപങ്ങളാണ് മോളെ. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ മിമിക്രി ഒന്നും കണ്ടിട്ടില്ല. അത് ഡാൻസും പാട്ടും ഇതൊക്കെ തന്നെ. മിമിക്രിയൊക്കെ ഈ അഭിനയത്തിലൂടെ വരുന്നതാണല്ലോ. ഞങ്ങളൊക്കെ ചെയ്ത മിമിക്രി അല്ല മിമിക്രി. അതൊക്കെ ജയറാം, നമ്മുടെ സ്വരാജ് വെഞ്ചാറമ്മൂട്, കലാഭവൻ ഷാജോണ്. ഓക്കെ, രാജേട്ടനായാലും ഭയങ്കര എന്താ പറയാ, ഞാനേ ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നുണ്ടാവുക. അങ്ങനെ ഭയങ്കര പ്രിഡിക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വെൽ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. രാജുവിൻ്റെ ഒരു ഇന്റർവ്യൂ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഇതിനകത്തൊരു മുഖാമുഖം പോലൊരു പരിപാടിക്കകത്ത് ഞാൻ 20 വർഷം കഴിയുമ്പോൾ മലയാള സിനിമയുടെ ഈ പറഞ്ഞ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ എനിക്കാവണം, മറ്റു ഭാഷകളിൽ അഭിനയിക്കണം, നല്ല ചിത്രങ്ങൾ നിർമ്മിക്കണം, ഏതാണ്ടാവും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവൻ ചെയ്തു. അതുകൊണ്ടുള്ള ഈ ചില ട്രോളുകളാണ് ഈ വരുന്നത്. ഈ ശത്രുത പറഞ്ഞിട്ട് ഈ ശത്രുക്കൾക്ക് കരയാൻ വേദിയില്ലാതെ വരുമ്പോൾ ഇങ്ങനെയും കരയും. രാജു അതങ്ങനത്തെ ഒരാളാണ്. പുള്ളി എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് നേടാൻ വേണ്ടി അവൻ അത്യധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അമ്മ ഒരു 4ാമത്തെ ഘട്ടത്തിലെ വന്നിക്കണേ, ഒരു യുവതി, പിന്നെ വിവാഹ ജീവിതം, പിന്നെ ഒരു അമ്മ. ഇപ്പൊ അതാണ് കവികൾ പറയുന്നത് അല്ലേ, പരിണാമചക്രം തിരിയുമ്പോൾ നീ ഒരു പത്നിയായി, അമ്മയായി, അമ്മുമ്മയായി മാറുന്ന. 4 ഘട്ടത്തിലെ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു കാലഘട്ടം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതായിരുന്നു? അമ്മൂമ്മ ഇട്ടിപ്പ് ഇരിക്കുന്നതാണ്. അതെന്താ? എന്റെ കൊച്ചുമക്കളെ, എന്റെ മക്കളെ തന്നെ പറയാം. അവര് പറയാം, ഡാഡാ ഡോണ്ട് ടെൽ ദാറ്റ്, നോ ഷീസ് അച്ഛമ്മ, നോ ഷീ ക്യാൻ സേ ദാറ്റ്. കൊച്ചു മക്കള് തിരുത്തും. എന്റെ കൊച്ചുമക്കൾ എന്റെ മക്കളെ തിരുത്തും. അത് കാണുമ്പോ എനിക്കൊരു ഭയങ്കര അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ഭയങ്കര സ്നേഹമാണ് കൊച്ചുമക്കൾക്ക് എന്നോട്. അച്ഛമ്മ, അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞാല് വളരെ കാണാൻ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അത് വളരെ കുറവാണ്. പ്രാർത്ഥന പോയി. പിന്നെ എല്ലാവർക്കും ഈ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ 3-3:30 മണിയാവും. ഒരു മണിക്കൂർ ഭക്ഷണവും കഴിച്ച് കുളിച്ചു, അടുത്തത് ട്യൂഷനായി. ഫ്രഞ്ച് ട്യൂഷന് പോയി, ഉടനെ പിയാനോ പഠിക്കുന്നു, ഗിറ്റാർ പഠിക്കുന്നു. ചുരുക്കം 7-7:30 മണിക്ക് വീട്ടിൽ വരും. രാവിലെ 6 മണി 6:30 പോകണം. എവിടെ വേറെ കൊണ്ടെങ്കിലും പോകാൻ സമയം. ശനി ഞായറും ഉള്ളപ്പോൾ എല്ലാം ഒന്ന് കാണും. ഇത്ര തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും കുറെ വിശേഷങ്ങൾ അറിഞ്ഞു, കുറെ കാര്യങ്ങൾ അറിയാൻ വെച്ച് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റും. അതും ഇങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ എനിക്ക് ഇതിങ്ങനെ മതിയല്ലോ, ഒരുപാട് എന്തിനാ
ഒന്നേ ധാരാളം. ഇത് ഞാൻ തൃപ്തിയായി ഞാൻ. അപ്പൊ എന്തായാലും അല്ല, പക്ഷെ മോൾ ആള് പിടിക്കട്ടെ. ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ എന്നൊക്കെ വരച്ചപ്പോ ഞാൻ ചിലപ്പോൾ ചില കുട്ടികൾക്കൊരു നാണം കുണുങ്ങലും ഒക്കെ വരുമെന്ന്. ബിഹൈൻഡ് ഫുഡ്സിനെയൊക്കെ അടിച്ച് പുറത്താക്കി ഇപ്പൊ ആരാണ്ട് പറഞ്ഞിട്ട് ഇതിപ്പം ഇദ്ദേഹം എല്ലാം കൂടെ മുന്നിലേക്ക് വന്നു. നിങ്ങളുടെ ഫുഡ്സിനെയൊക്കെ അടിച്ച് തെറിപ്പിച്ച് കേട്ടോ. അല്ലല്ല, അതല്ല പൊങ്ങിയതല്ല. ഞാൻ സത്യമായിട്ട് വിചാരിച്ചു ആദ്യമായിട്ടാന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ചെറിയ മല്ലികാൻ്റെ ഞാൻ ഏതാണ്ട് ഭീകര ജന്തു അത് വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഭയങ്കര പാവാണ്, നന്നായി മക്കളെ വലിയ സന്തോഷം. ഞാൻ ചോദിച്ചു എനിക്ക് പേടിയുണ്ട് എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയണം. ഇടയ്ക്കിടയ്ക്ക് ജനത്തിനെ കാണുമ്പോൾ പറഞ്ഞ കേട്ടോ നിങ്ങളൊന്നും കേൾക്കുന്നില്ല അതുള്ള ഒരു പാവാന്നൊക്കെ പറഞ്ഞേക്കണം. അല്ലാതെ ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ല ബ്രില്യൻ്റ് ആയിട്ട് നല്ല മിടുക്കിയായിട്ട് നല്ല സ്മാർട്ടായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. കീപ് ഇറ്റ് അപ്പ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം, ബാക്കി പകുതി പണം 50 മാസത്തവണകളായി തിരിച്ചടച്ചാൽ മതി. പലിശയില്ലാതെ കൂടാതെ മാസത്തവണകളുടെ 20% സബ്സിഡി. ബൈത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.